നമ്മൾ പാർട്ട് 1 പോലെ നമ്മൾ നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഇട്ടിരുന്നു. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങിയാലോ? അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന തുണി എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഫ്രണ്ട് പോർഷൻ അടിക്കുമ്പോൾ തന്നെ നമുക്കതിനെ അടിച്ച് മറിക്കാനായിട്ട് ഒരു ലൈനിങ് പോലെ ഒരു തുണി വേണം. എന്നാലാണ് ഇത്തിരി നല്ലൊരു ഫിനിഷിങ് നമ്മുടെ നൈറ്റിക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ബ്ലാക്കോ അതുപോലെ തന്നെ നേവി ബ്ലൂ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ റെഡ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊരു റെഡ് പൂക്കളുള്ളത് കൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ ആ ഒരു ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ നടുക്കത്തെ പീസ്, നമുക്കിത് 3 കട്ട് പീസ് നൈറ്റി ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് 2 സൈഡിൽ വരുന്ന ഭാഗമാണ്. ഇനി അടുത്തതായിട്ട് നമുക്കത് അതിൽ അടിക്കേണ്ട ഒരു വിധമാണ് കേട്ടോ. നമുക്കത് നമ്മുടെ നൈറ്റിയുടെ നല്ല ഭാഗവും ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും കൂടിയിട്ട് ഒരുമിച്ച് ചേർത്ത് വെക്കുക കേട്ടോ. ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിൽ അടിച്ചെടുക്കുകയാണ്. ഇതുപോലെ ആ ഒരു സെൻറ്ററിൽ ഒരു ചെറിയൊരു കുനിപ്പുണ്ട്, അവിടെ ഒന്ന് കുത്തി നിർത്തിയിട്ട് വേണ്ട നമുക്ക് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഷേപ്പ് നല്ലോണം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് അടിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് അവിടെ ഒന്ന് ഒരു വെട്ടിട്ട് കൊടുത്തിട്ട് വീണ്ടും അതിൽ പതിച്ചടിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് പതിച്ചടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അത് ഏത് കഴുത്താണെങ്കിലും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ അതായത് ഈ നമ്മുടെ കഴുത്തിൻ്റെ അടുപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് 4 സൈഡും അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 4 സൈഡും ഞാൻ അടിച്ച് വെക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്കിതിപ്പോൾ നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്തു വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഓരോ ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. നമ്മളിവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ലൈസ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ലൈസ് നമുക്ക് ഈ കഴുത്തിൽ ഈ അടിഭാഗത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ അടിഭാഗത്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ പതിച്ചടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ പതിച്ചടിച്ചെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇതുപോലെ പതിച്ചടിക്കുക. ജസ്റ്റ് ആ ബാക്കിലൊന്നൊരു വെട്ടിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ആ ഒരു നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിൻ്റെ അതിൽ കൂടെ ഒന്ന് അടിച്ചു കിട്ടെ. പിന്നെ നമ്മൾ രണ്ടാമത് വീണ്ടും അതിൻ്റെ അടിയിൽ കൂടെ ഒരു പതിച്ചടി പോലെ ഒരു കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ അപ്പുറത്തെ സൈഡിലുള്ള ഭാഗം ഒന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു അടിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നടുക്കത്തെ കഷ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 സൈഡിലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ അടിച്ച് മറിച്ചെടുക്കുകയാണ്. നമുക്ക് നല്ല ഭാഗം വേണ്ടി കൂട്ടി വയ്ക്കണം ലൈനിങ്ങുമ്മേക്ക്. എന്നിട്ട് വേണം നമുക്കത് അടിച്ചെടുക്കാൻ കേട്ടോ. ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് എൻ്റെ രീതിയിലാണ് കേട്ടോ ഞാൻ തയ്ക്കുന്നത്. ചിലർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇതുപോലെയല്ലോ എന്നൊക്കെ തോന്നാം, പക്ഷേ ഇത് എൻ്റെ രീതിയിലാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അത് വെച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഭാഗവും നമ്മൾ അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ ഇതൊന്ന് പതിച്ചടിക്കുക. നമ്മൾ പതിച്ചടിക്കുമ്പോൾ ആ അടിച്ച തുമ്പ് വരേണ്ടത് നമ്മുടെ ലൈനിങ്ങുമ്മേക്കായിരിക്കണം കേട്ടോ. അങ്ങനെ പതിച്ചടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ അത് കിട്ടും. നമ്മൾ ഏതൊരു ചുരിദാറിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും കഴുത്തടിക്കുമ്പോൾ നമ്മൾ പതിച്ചടിച്ചെടുക്കുമ്പോൾ ഒരു ഭയങ്കര ഫിനിഷിംഗ് ആയിട്ട് അത് കിട്ടും കേട്ടോ. ഇനി നമുക്കതുമ്മേ ലൈസ് വെച്ച് പിടിപ്പിക്കണം കേട്ടോ. നമുക്കതുമ്മേ വീണ്ടും ലൈസ് വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ നേരത്തെ വെച്ച് പിടിപ്പിച്ച പോലെ തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പതിച്ചടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരെ അതിൻ്റെ മുകളിൽ വെച്ചു നമ്മൾ അടി വരെ ആ ഒരു ഷേപ്പിൽ നമ്മൾ പതിച്ചടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ അടിപ്പ് ഇതുപോലെ അടിയിൽ വെച്ചിട്ടാണ് അടിക്കേണ്ടത്. നമ്മൾ മറ്റേതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ലൈസ് വെച്ചടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഒന്നുകൂടിയും ഒരു രണ്ടാമത്തെ അടിപ്പടിക്കണത് അത് ഇതിനും അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് വേഗം തന്നെ അടിച്ചെടുക്കുക. അത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതുപോലെ തന്നെ വേറെ അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം കൂടി ഉണ്ട്, അതും ഇതുപോലെ തന്നെ ഒരുമിച്ച് അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇതുപോലെ നമ്മൾ രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. നടുവിലത്തെ പീസും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു 4 ഇഞ്ച് ഷോൾഡർ കൂട്ടാനുള്ള അളവ് എടുത്തിട്ടുണ്ട്. ഒരു 5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് മാർക്ക് ചെയ്യുകയാണ്. അവിടെ നിന്ന് നമ്മളൊരു 5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. രണ്ടും ഒരുപോലെ മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഒരു നടു പീസ് അതിലേക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ നടു പീസ്. അതിലേക്ക് വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ മാർക്കിങ്ങിൽ വെച്ചിട്ട് നമ്മളിതുപോലെ അടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ വെച്ചടിച്ച് കൊടുക്കണം കേട്ടോ. ശരിക്കും ആ മാർക്കിങ്ങിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിറക്കൊക്കെ റെഡി ഭാഗത്തിന് കിട്ടും കേട്ടോ. അപ്പം നമ്മളിത് രണ്ടും അടിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ അടിയിലത്തെ ഈ ഇത്തിരി തൂങ്ങിക്കെടുക്കുന്ന ഭാഗം വെട്ടിക്കളയേണ്ടത്. ഇതിപ്പോൾ നമ്മൾ രണ്ടും അടിക്കുകയാണ്. അടിച്ച് കഴിഞ്ഞിട്ട് ഈ അടിയിൽ ഇത്തിരി നിൽക്കുന്ന ഭാഗം ഒന്ന് നമുക്ക് എന്താ പറയുക ഒന്ന് വെട്ടിക്കളയണം കേട്ടോ. നമുക്ക് ഏകദേശം നമ്മുടെ അളവിലുണ്ടായിരുന്ന ഇറക്കം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രത്തോളം നമുക്ക് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ അതിൽ കൂടെ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. നമ്മളിതെല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് വെട്ടിക്കളഞ്ഞ് നല്ലൊരു ഷേപ്പ് അടിയിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്ക് പാളി എടുക്കാം. ബാക്ക് പാളിയുടെ കഴുത്ത് നമുക്ക് അടിച്ച് എടുക്കണം കേട്ടോ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 2 പീസും എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്ക് പാളി നിവർത്തി വയ്ക്കുക. അതിൽ നമ്മൾ ക്രോസ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പീസ് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ക്രോസ് ആയിട്ട് എടുത്ത ഭാഗം നമുക്ക് ഈ ഒരു ഷേപ്പാണ് കേട്ടോ കിട്ടുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെക്കുക. നമുക്ക് വി ഷേപ്പ് കിട്ടുന്ന രീതിയിൽ തിരിച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നേരെ കിട്ടും കേട്ടോ. ഈ നേരെ കിട്ടുന്നതാണ് നമ്മൾ നമ്മുടെ കഴുത്തിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരിച്ച് വെക്കണം. ആ വെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു വി ഷേപ്പ് കിട്ടണം കേട്ടോ. തിരിച്ച് വെക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു വി ഷേപ്പിലാണ് നമുക്ക് ക്രോസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനെ തിരിച്ച് വെക്കുമ്പോൾ കിട്ടുന്ന ഈ വി ഷേപ്പിനെ നമ്മൾ നേരെ അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല നീളനെ ഒരു പീസായിട്ട് കിട്ടും. അതിന് നമ്മൾ ഡബിൾ ചെയ്തിട്ടാണ് നമ്മൾ അടിച്ചെടുത്തിട്ട് കഴുത്തിൽ വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രോസ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് കഴുത്തിൽ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് പാളി എടുത്ത് വെക്കാം. അതിൽ നമ്മളിത് ഇതുപോലെ നിവർത്തിയിടുക. എന്നിട്ട് ഈ ഒരു ഇതുപോലെ റൗണ്ടിൽ നമുക്ക് ഈ ഒരു നമ്മൾ അടിച്ച ഈ ക്രോസ് പീസ് ഇതുപോലെ വളച്ച് വെച്ചിട്ട് അടിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വളച്ച് വെച്ചടിക്കുമ്പോൾ നമ്മുടെ കഴുത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് അടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിനൊരു വെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ള പീസുകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇതുപോലെ വെട്ടുകൾ ഇട്ട് കൊടുക്കണം. വെട്ടുകൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് അത് എന്താ പറയുക മറിച്ചെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഇതുപോലെ വെട്ടുകൾ നമ്മുടെ അടിച്ച ഒരു അടിപ്പുമ്പോൾ കൊള്ളാതെ തന്നെ വെട്ടിടണം കേട്ടോ. അതുപോലെ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു ഇത് അടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഈ വരുന്ന ബാക്കിൽ വരുന്ന ഈ ഒരു തയ്യൽ തുമ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് നമ്മുടെ അടിച്ച പാളിയുമേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പതിച്ചടിക്കണം കേട്ടോ. നമ്മളിപ്പോൾ വെച്ച ക്രോസുമേക്കൂടെ തന്നെ പതിച്ചടിക്കണം. അപ്പം നമ്മുടെ പതിച്ചടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ പതിച്ചടിച്ച് ഫിനിഷിങ്ങിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ ഷോൾഡർ കൂട്ടണം. നമ്മുടെ ഫ്രണ്ട് പാർട്ടുമായിട്ട് ഇതൊന്ന് ഷോൾഡർ കൂട്ടണം. അപ്പോൾ നമ്മൾ ആ പതിച്ചടിച്ചതിൻ്റെ അവിടെ തന്നെ ഇതുപോലെ വെച്ചിട്ട് ഇതാകണ്ട നല്ല ഭാഗം കൂടി ഇതുപോലെ കൂട്ടി വെക്കണം. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ക്രോസുമേക്ക് കൂട്ടി വെക്കരുത്. ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു തുടക്കത്തിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ക്രോസിനെ നമ്മുടെ ഈ ഒരു ലൈനിങ്ങുമേക്ക് മറിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഷോൾഡർ അടിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യുക. നമ്മുടെ കഴുത്ത് ശരിക്കും എവിടെയാണോ വരുന്നത് അവിടെ വരെ വെക്കുക. ആ വരുന്ന ആ ഒരു ക്രോസിനെ നമ്മൾ ഈ ഒരു ലൈനിങ്ങുമേക്ക് മറിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഷോൾഡർ അടിക്കുകയാണ്. നമുക്ക് എവിടെയാണ് തുടങ്ങണേ അവിടെ തന്നെ വെക്കണം കേട്ടോ. നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു അടിപ്പ് വന്നിട്ടുണ്ടല്ലോ, നമ്മൾ ആ ക്രോസ് വെച്ചടിച്ച ആ ഒരു അടിപ്പ് വന്നിട്ടില്ല അവിടെ തന്നെ വെക്കണം. അതിലും ഇത്തിരി മുന്നിലേക്ക് കയറി വരികയാണെങ്കിൽ നമുക്കത് ആ ഒരു അടിപ്പ് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും കേട്ടോ. കാരണം ആ പിന്നിലത്തെ ഭാഗം ഒന്ന് എടുത്ത് കാണിക്കും. അതില്ലാണ്ടിരിക്കാനാണ് കൃത്യം ആ പോയിന്റിൽ തന്നെ വെച്ചടിക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിവർത്തുമ്പോൾ ഇതുപോലെ ഫിനിഷിങ് ചെയ്തിട്ട് കിട്ടും. നമുക്ക് ഈ ലൈസിൻ്റെ ഒപ്പത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് കയറി കഴിഞ്ഞ് ആ ലൈസിലും വിട്ട് പുറത്തേക്ക് പിന്നിലത്തെ ഭാഗം വരും. അപ്പോൾ അത് വരാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാക്ക് ഭാഗം ഇതുപോലെ വെച്ച് പതിച്ചടിക്കുക കേട്ടോ. ഇതുപോലെ പതിച്ചടിക്കുക. അത് ശരിക്കും നമ്മൾ അടിച്ചിരുന്ന ആ ക്രോസും അടിച്ചിട്ടുണ്ടായിരുന്ന ആ ഭാഗം മൊത്തത്തിൽ മറിയണം കേട്ടോ. നമ്മുടെ ബാക്കിലത്തെ പാളിയിലുമേക്ക് മൊത്തത്തിൽ മറിഞ്ഞിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ച് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കഴുത്ത് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ 2 കഴുത്തും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കൈയാണ്. നമുക്കിനി അടുത്തത് കയ്യമ്മയ്ക്ക് കിടക്കാം. അപ്പോൾ കയ്യ് നമ്മളിവിടെ അരികടിച്ചെടുക്കണം. ഇതിന് പിന്നെ അരിക് അടിക്കാൻ അധികം ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ അളവ് ഏകദേശം ഇത് സെറ്റായിരുന്നു. അപ്പോൾ ഞാനിവിടെ അരികടിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് ഭാഗമാണ് അടിക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ചെറിയൊരു ചെരിവുള്ള ഭാഗം നമ്മൾ അടിക്കാൻ പാടില്ല. ഈ നമ്മുടെ കയ്യ് അടയാളപ്പെടുത്തിയിരുന്ന ആ ഭാഗത്താണ് നമ്മൾ ഇതുപോലെ 2 സൈഡും അടിക്കേണ്ടത്. അതടിച്ചിട്ട് വേണം നമുക്ക് കയ്യിലേക്ക് വെക്കാൻ കേട്ടോ. ഇത് നമ്മൾ തേരുവശമായതുകൊണ്ടാണ് കേട്ടോ ഒറ്റ മടക്കിയിട്ടുണ്ടായിരുന്നത്. അത് തേരുവശം അല്ലെങ്കിൽ നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് വേണം കേട്ടോ അടിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കൈ ഇവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുക. ആ ലൈനിങ് ഒക്കെ ഒന്ന് നിൽക്കണം, ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ കൈ ഒന്ന് അതുമ്പോൾ പിടിപ്പിക്കുക കേട്ടോ. ആദ്യം കൈ നിൽക്കണ ഭാഗം ഒന്ന് ലെവലാക്കിയിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ലൈനിങ് നിൽക്കണ കാരണം ഞാൻ ഒന്ന് വെട്ടിക്കളഞ്ഞതാണ്. എന്നിട്ട് നമ്മുടെ കൈയിനെ 2ആയിട്ടൊന്ന് മടക്കുക. ആ മടക്കിനെ കിട്ടുന്ന ആ ഒരു മടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ നടുഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ആ വെട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അടിപ്പുമ്മിലേക്ക് വരണം. ആ ഷോൾഡർ അടിച്ച ആ ഒരു വെട്ടിലേക്ക് നമ്മൾ ഈ ഒരു വെട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയിട്ട് അടിച്ചെടുക്കുക കേട്ടോ. നമുക്ക് രണ്ടും ഇതാ സെയിം ആയിട്ടാണ് കിട്ടിയിരിക്കണേ. അത് നീളനെ ഒന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ നീളനെ വെച്ചിട്ട് അടിച്ചോളൂ കേട്ടോ. അത് രണ്ട് ട്രിപ്പ് അടിക്കണമെങ്കിൽ 2 ട്രിപ്പ് അടിക്കാം. നമ്മൾ ഓൾറെഡി ഇതിനെ പതിച്ചടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒറ്റ ട്രിപ്പ് അടിച്ചിട്ട് നമ്മൾ പതിച്ചടിച്ചാലും അത് മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടി നല്ല ഫിനിഷിങ്ങിൽ പതിച്ചടിച്ചെടുക്കുക കേട്ടോ. എല്ലായിടത്തും ഇതുപോലെയാണോ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന രീതികളാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വെച്ച് കൊടുക്കുക. ആ ഒരു ചെറിയ വെട്ടിട്ടുള്ള ഭാഗം നമ്മുടെ ഷോൾഡറിനോട് ചേർത്ത് വെച്ചിട്ട് നീളനെ അടിച്ചെടുക്കുക. അത് ഇതുപോലെ തന്നെ പതിച്ചടിച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ ദാ നമ്മളിവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ദേ 2 ഭാഗം നല്ല ഫിനിഷ് ചെയ്ത് കൈ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാവാട വെച്ച് പിടിപ്പിക്കലാണ്. നമുക്ക് നടുവിലായിട്ട് ഫ്രില്ല് വേണമല്ലോ പാവാടയ്ക്ക്. അപ്പോൾ അതെങ്ങനെ വെച്ച് പിടിപ്പിക്കാമെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഫ്രണ്ട് ഭാഗമാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ ഈ ഒരു കൈ വെച്ച് പിടിപ്പിച്ചതിൻ്റെ ഇവിടെ ഈ ഒരു വരുന്ന ഈ ഒരു ചെറിയൊരു കോൺ പോലെ കിടക്കുന്നില്ലേ, ആ ഒരു ചെരുവിൽ നമ്മൾ പാവാടയിൽ വെട്ടിയെടുത്ത ആ ഒരു ചെരുവ് വെച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ആ ഒരു ചെറിയൊരു ചെരുവ് ഈ ഒരു ചെരുവിലേക്ക് വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1 ഇഞ്ച് നമ്മൾ നമ്മുടെ എന്താ പറയുക 3 കട്ട് പീസ് ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് അടിച്ചെടുക്കുകയാണ്. കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞു. ഞാൻ പറയണത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും വീഡിയോയിൽ മനസ്സിലാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ വെച്ച് പിടിപ്പിക്കുക. 1 ഇഞ്ച് നമ്മൾ അങ്ങോട്ട് കടത്തിയിടുകയാണ്. അതുപോലെ തന്നെ 2 ഭാഗവും കണ്ടോ ഇതുപോലെ കോണായിട്ട് നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ വെച്ചടിക്കുകയാണ്. ബാക്കി വരുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ ഫ്രില്ലിട്ട് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നുള്ളൊരു ഇറക്കം കിട്ടണം. അത് നമുക്ക് 6.5 ഇഞ്ചാണ് ഇറക്കം കിട്ടുന്നത് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. 1/2 ഇഞ്ചാണ് നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ആ ഒരു 6.5 ഇഞ്ചിലേക്ക് നമ്മളത് അടിക്കുകയാണ്. അപ്പോൾ ദാ ഇവിടെ കുത്തി നിർത്തിയിട്ട് തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആ ഒരു കോണിൽ വെച്ചിട്ട് തിരിച്ചെടുക്കുകയാണ്. 1 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് കടത്തിയിട്ടിട്ട് അടിച്ചൊരു കെട്ടിട്ട് നിർത്തും. അത് കഴിയുമ്പോൾ നമ്മൾ കിട്ടുന്ന ഈ ഒരു ബാക്കി ഭാഗത്താണ് ഈ ഞെറിയിട്ട് ഫ്രില്ലിട്ട് ചുരുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രില്ലിട്ട് ചുരുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ഫ്രില്ലുകളാണ് കേട്ടോ നമുക്ക് ഇതിൽ വേണ്ടത്. വലിയ ഫ്രില്ലല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. വലുതല്ല, ചെറുതായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം ഫ്രില്ല് അടിച്ചിട്ടാണ് നമ്മുടെ ബോഡി ഭാഗത്തിലേക്ക് വെക്കാറുള്ളത്. ഞാൻ മറ്റുള്ളവരൊക്കെ ചെയ്യണത് ഏകദേശം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്രില്ലൊക്കെ ഓൾറെഡി നമ്മൾ അടിച്ച് നമ്മുടെ ഒരു ബോഡി ഭാഗത്തുമ്പോൾ തന്നെ അടിച്ച് പോകുന്നതാണ്. പക്ഷേ എനിക്കത് ഒരിക്കലും സെറ്റ് ആവണമെന്നില്ല കേട്ടോ. ഞാൻ പണ്ട് തൊട്ടേ ഞാൻ തയ്ച്ച് കഴിഞ്ഞ കാലം തൊട്ട് ഞാൻ ഇത് തന്നെയാണ് ചെയ്യണത്. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ ടിപ്പുകൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ കണ്ടിട്ടുണ്ട് ബോഡി ഭാഗത്തോട് കൂടിയിട്ട് തന്നെ ഫ്രില്ല് ചെയ്ത് പോകുന്നത്. പക്ഷേ എനിക്കത് ഒരിക്കലും സെറ്റ് ആവണില്ല. ഞാൻ പലവട്ടം ഞാനത് ശ്രദ്ധിച്ച് നോക്കിയിരുന്നു. പക്ഷേ എനിക്കത് ശരിയാവുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കുള്ള രീതികൾ ഇതാണല്ലോ, അത് വെച്ചിട്ട് തയ്ക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ രീതിക്ക് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളത് ബോഡി ഭാഗത്തിൽ വെച്ച് നിങ്ങൾക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ അതായിരിക്കും. പെട്ടെന്ന് തന്നെ പണി അത് തീരും കേട്ടോ. എനിക്ക് ഇങ്ങനെ ഫ്രില്ലെടുത്ത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ബോഡി ഭാഗത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുന്ന ആ ഒരു രീതിയാണ് കേട്ടോ എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് പൊട്ട ഭാഗത്താണ് കേട്ടോ. പൊട്ട ഭാഗത്തു നിന്നാണ് നമ്മൾ അടിച്ച് ഇതുപോലെ വരുന്നത്. ആ ഒരു നിർത്തിയിരുന്ന ഭാഗത്ത് ഇതുപോലെ റൗണ്ട് ചെയ്ത് നമ്മൾ അടിയിലത്തെ ഭാഗമൊക്കെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ബോഡി ഭാഗം അതിൽ നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അടിച്ചെടുത്ത് നമ്മൾ ഫ്രില്ല് ചെയ്തെടുത്ത ഭാഗം അതിൽ സെറ്റാവുന്ന രീതിയിൽ വളച്ച് വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടിച്ചു കൊടുത്തത് നമുക്ക് സെറ്റായിരുന്നു. ഒരു ഞെറ് പോലും പൊട്ടിക്കാനുണ്ടായിരുന്നില്ല. അതുപോലെ സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്, ചെയ്യാൻ എളുപ്പമുണ്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയ ഒരു ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ വരും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത്ര നല്ല ഫ്രില്ലിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൂടെ നമ്മളിങ്ങനെ പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ ഒരു കോണ് പോലെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക, ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്കൊരു കോണ് പോലെ വരുന്നുണ്ട്. അതിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് അടിക്കാനൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡിലായിട്ട് നമ്മളൊരു ചെറിയൊരു വെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു വി ഷേപ്പ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ആ ഒരു പതിച്ചടി അടിക്കാനായിട്ട്. ആ പതിച്ചടി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ലൈൻ നല്ല ക്ലിയർ ആയിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലൊരു 4 ഇഞ്ച് മുകളിലേക്ക് കൂട്ടിയിട്ടിട്ട് കൊടുക്കുക കേട്ടോ.
അങ്ങനെ നമ്മുടെ ഇവിടെ പതിച്ചടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് ബാക്കിലും കൂടി ഇതുപോലെ തന്നെ ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഫസ്റ്റ് വരുന്നത് നമ്മുടെ ആ ഒരു ചെറിയൊരു ഷേപ്പിൻ്റെ അവിടെ നമ്മൾ ആദ്യം വെച്ചടിക്കുക. ഒരു ഇഞ്ച് കടത്തിയിട്ടിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് അടിച്ച് നിർത്തുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രില്ലിടുന്നത്. അപ്പോൾ നമുക്ക് അതേ മെത്തേഡ് തന്നെ മുന്നിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഒരു മാറ്റില്ല കേട്ടോ. നമ്മൾ ബാക്കിലും അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രില്ലൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കത് ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ പതിച്ചടിക്കണം. പക്ഷേ ഫ്രണ്ടിൽ നമ്മൾ ഡബിൾ ലൈനായിട്ട് പതിച്ചടിച്ചായിരുന്നു. ഇവിടെ നമുക്ക് സിംഗിൾ ലൈൻ മതി കേട്ടോ. ഇവിടെ ഒരു സിംഗിൾ ലൈനായിട്ട് നമുക്ക് പതിച്ചടിച്ചാൽ മതി. അതുപോലെ അതെ ഇതുപോലെ നീറ്റായിട്ട് നമ്മൾ വിരിച്ച് വെച്ചിട്ട് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നാലാണ് നൈറ്റിക്ക് ഒരു ഭംഗി അറിയുള്ളൂ കേട്ടോ. പതിച്ചടി ഉണ്ടെങ്കിൽ തന്നെയാണ് ഭംഗി അറിയുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് അടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പതിച്ചടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സൈഡ് കൂട്ടലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സൈഡ് കൂട്ടണം. അതിന് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ വണ്ണം എത്രയാണോ ആ വണ്ണം നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ആ വണ്ണം മാർക്ക് ചെയ്യുക. ആ വണ്ണം മാർക്ക് ചെയ്തതിന് കൂടെ സൈഡിൽ കൂടെ അടിച്ചു പോകാൻ കേട്ടോ താഴേക്ക്. നമ്മളിവിടെ താഴെ വരെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്നിട്ട് രണ്ടാമത് ഡബിൾ ലൈനായിട്ട് ഒന്നുകൂടി അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അടിഭാഗം വരെ നമ്മളത് അടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ എന്താ പറയുക അളവെടുത്തിട്ട് കൈ വണ്ണം മാർക്ക് ചെയ്തിട്ട് നമ്മളത് സൈഡ് അടിച്ചു കൊടുക്കണം കേട്ടോ. ഓൾറെഡി നമ്മുടെ വണ്ണം അതിൽ ഫിക്സഡായിട്ടാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കൈവണ്ണം മാത്രമാണ് മാർക്ക് ചെയ്യേണ്ടൂ. ബാക്കിയൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ അടിച്ച് താഴെ വരെ എത്തിക്കുക വേണ്ടൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ താഴെ വരെ രണ്ട് സൈഡും ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടിഭാഗം റൗണ്ട് ചെയ്ത് മടക്കിയടിക്കാനായിട്ട് കേട്ടോ. നമ്മളിവിടെ അല്ലാതും സൈഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം ഒന്ന് ലെവൽ ചെയ്ത് വെട്ടിയിട്ട് വേണം നമുക്ക് അടിഭാഗം മടക്കി അടിക്കാനായിട്ട് കേട്ടോ. വലിയ വീതിയിലൊന്നല്ല കേട്ടോ ഞാൻ അടിക്കുന്നത്. നമുക്ക് കസ്റ്റമർ നല്ല ഉയരുള്ളത് കൊണ്ട് തന്നെ തുണി ഇത്തിരി പോരായിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീതിയിൽ ഞാൻ മടക്കുന്നില്ല. നിങ്ങൾ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തുണി അത്യാവശ്യത്തിന് ലെങ്ത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ചിലവർക്ക് അടിഭാഗം നല്ല വീതിയിലൊക്കെ മടക്കി കനത്തിൽ കിടക്കണതായിരിക്കും കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുപോലെയുള്ളവർ ഇത്തിരിയും കൂടി വീതിയിൽ മടക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എനിക്കിപ്പോൾ ഈ ഒരു തുണി ഇത്തിരി കുറവായതുകൊണ്ട് തന്നെ ഞാൻ വീതി കുറച്ചിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അടിഭാഗമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ഒരു അടിഭാഗത്തായിട്ട് ഒരു കുഞ്ഞൊരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു ഇത് കൊടുക്കണം കേട്ടോ. എന്താ പറയുക ഒരു ഭംഗിയിലൊരു പൂ പോലെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1.5 ഇഞ്ച് വീതിയിൽ തുണി കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ട് നമ്മളതിനെ മറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മറിച്ചെടുക്കണ ഒരു കമ്പി കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം നമുക്കിതുപോലെ നൈറ്റിയൊക്കെ തയ്ക്കണവർക്ക് ചെറിയ രീതിയിലൊക്കെ കിട്ടാനായിട്ട് ഇത് നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചെടുത്ത് കിട്ടും കേട്ടോ.
നമുക്കിവിടെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ മറച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെക്കണം കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇതുപോലെ വെക്കണം. അപ്പോൾ അതുപോലെയാണ് നമുക്ക് വെച്ച് പിടിപ്പിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ ഒരു ചെറിയൊരു പൂ കൊടുക്കാനായിട്ട് ഇതുപോലെ തുണി വെച്ച് കോണ് പോലെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്കവിടെ വലിയ പൂവ് വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറുത് വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ അടിച്ച് മറച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു ഷേപ്പിൽ നടുവിലായിട്ട് ഒരടിപ്പ് കൊടുക്കാൻ. എന്നിട്ട് വേണം നമ്മുടെ നൈറ്റിയിൽ വെച്ച് പിടിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അത് രണ്ട് സൈഡിലും വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ മടക്കി പിടിക്കുക. നമുക്ക് നടുവിൽ വെക്കേണ്ടത് ഈ ഒരു ഷേപ്പാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ മടക്കിയിട്ട് ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് നൈറ്റിയുടെ ഫ്രണ്ടിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും നടുവിലായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കണം കേട്ടോ. അതെ, ഇതിൻ്റെ ഒത്ത നടുക്കിലായിട്ട് വെക്കണേ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. കാരണം ചെരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവ് ചെരിഞ്ഞ് നിൽക്കും. അപ്പോൾ കഴുത്തിനാണ് ഇത്തിരി വ്യത്യാസം തോന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ നൈറ്റിയുടെ അവസാനത്തെ പണിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫ്ലവർ വെക്കൽ. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നൈറ്റി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആരെങ്കിലും ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.